ഗൈസ്, വെൽക്കം ഓൾ ഓഫ് യു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് ചിമ്മിണി ഡാമിലേക്ക് പോകാന്നുള്ളതാണ്. ചിമ്മിണി ഡാമിന്റെ റൂട്ടും അതുപോലെ തന്നെ ചിമ്മിണി ഡാം പരിസരങ്ങളിൽ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ആക്ച്വലി 6 മണിക്ക് എണിച്ച സമയത്ത് ഊട്ടിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഓരോ കാരണങ്ങളാൽ അതങ്ങനെ വൈകി 8:30 ആയ സമയത്ത് അട്ടപ്പാടി പിടിച്ച് അവിടെ നിന്ന് ഷോളയാർ വരെ ഉള്ള റൂട്ടായിരുന്നു പിന്നെ പ്ലാൻ ചെയ്തത്. അത് വീണ്ടും വൈകി. അങ്ങനെ 10 മണി ആയ സമയത്ത് നമ്മുടെ വാച്ചിൽ കാണും 10:15 അങ്ങനെയാണ് റൂട്ട് പിന്നെയും മാറി നമ്മൾ ചിമ്മിണി ഡാമിലേക്ക് എത്തിയത്. കണ്ടില്ലേ, ടോൾ എത്തിയപ്പോ പന്നിയങ്കര ടോളാണ് ഇപ്പൊ എത്തിയത്. അതായത് നമ്മുടെ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ഉള്ള ടോളാണ്. ഇവിടെ ബൈക്കായതുകൊണ്ട് നമുക്കിപ്പോൾ ടോളില്ല. അല്ലെങ്കിൽ കാറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ വന്ന ഈ വൃത്തികെട്ട റോട്ടിന് നമ്മൾ ഈ പറഞ്ഞ ടോള് കൊടുക്കണം. സത്യം പറഞ്ഞ ഈ റൂട്ടിലൂടെ ഓടിക്കുന്ന ഓരോരുത്തർക്കും നല്ല രീതിക്ക് തന്നെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ നല്ല റോഡിലാണ് ഓടിച്ചതെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ വിഷമമില്ല. അല്ലാതെ ഇത്രയും മോശപ്പെട്ട ഈ ചാടി കുതിരയെ പോലെ വന്ന ഈ റോട്ടിൽ ഈ ടോൾ കൊടുക്കുമ്പോൾ നല്ല വിഷമാണ്. വീഡിയോന്റെ സകല കോൺസെൻട്രേഷനും പോയി. നമ്മുടെ ബൈക്കുകാരെ കൊണ്ടുപോയി. നമുക്ക് ചിമ്മിണി ഡാമിന്റെ ഈ റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പാലക്കാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പാലിയേക്കര ടോള് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് വരുന്ന ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമുക്ക് ഈ ചിമ്മിണി ഡാം റൂട്ടിലേക്ക് കയറേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എറണാകുളം, തിരുവനന്തപുരം അങ്ങനെയൊക്കെ വരുന്നവർക്കാണെങ്കിൽ തൃശ്ശൂർ എത്തുന്ന മുന്നേ നമ്മുടെ ഈ പാലിയേക്കര എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് റൈറ്റിലേക്ക് വരണം. എന്നാലും നമ്മുടെ ഈ ചിമ്മിണി ഡാമിന്റെ റൂട്ടിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ചിമ്മിണി ഡാം റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊരു 14-15 കിലോമീറ്റർ അത്ര മാത്രമേ കഷ്ടിച്ചുള്ളൂ ഡാമിലേക്ക്. പക്ഷെ ഈ ഒരു റൂട്ടിലേക്ക് കയറുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാം. ആന അതുപോലെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്പോട്ടിങ് കിട്ടിയിട്ടുമുണ്ട്. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെയാണ് കേട്ടോ. എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഈ റൂട്ടിൽ കൂടുതലായിട്ട് നമ്മളിനി കാണുകയാണെങ്കിൽ റബ്ബർ കൃഷി, അതുപോലെ തന്നെ റൂട്ടിൽ ഭയങ്കര രസമാണ് ഈ റൂട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട്. ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റൂട്ടിലേക്ക് വരണം കേട്ടോ. കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഈ റൂട്ട് ഒന്ന് സന്ദർശിക്കണം. നമുക്കിതിൽ മെയിനായിട്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ മെയിനായിട്ട് കാണുന്ന വലിയ റോഡുണ്ടല്ലോ, ആ റോഡ് തന്നെ നേരെ പിടിച്ച് വന്നാൽ മതി. ബാക്കി വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന റൂട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ ചെറിയ റൂട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ വലിയ റോഡായിട്ട് കാണുന്ന റോഡ് തന്നെ പിടിച്ചു തന്നാൽ മതി. എവിടേക്ക് നമുക്ക് തിരിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡയറക്ഷൻ ഒന്നും പ്രത്യേകിച്ച് കാണിച്ചു തരുന്നത്. ഒരിക്കലും ഞങ്ങൾ ചൂസ് ചെയ്തതല്ല, എന്നാലും പ്ലാനിങ് മാറിയിട്ട് വന്ന ടൈമാണ്. ഈ ടൈം ഒരിക്കലും നമ്മുടെ ഈ ചിമ്മിണി ഡാമിലേക്ക് വരാനായിട്ട് ചൂസ് ചെയ്യരുത് കേട്ടോ. ഒന്നോ ഒരു 3 മണിക്ക് ശേഷം വെയിലൊക്കെ താഴ്ന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 7-8 മണി ഒരു വെയിലൊക്കെ വരുന്നതിന്, ഒരു ചെറിയ ഇളം വെയിലൊക്കെ വരൂലേ, ആ ഒരു സമയത്ത് വേണം നമ്മുടെ ഈ ഒരു റൂട്ട് പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ ഒരു ഉച്ച സമയത്ത് തന്നെ ശരിക്കും കണ്ടില്ലേ, ഒരു സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് ശരിക്കും ഒരു രാവിലെ സമയങ്ങളിലോ കുറച്ച് വെയിലൊക്കെ താഴ്ന്നുള്ള സമയമാണെങ്കിൽ അത്ര ഒരു മൂഡി ഫീൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ നമുക്ക് കിട്ടും. ഇത്ര ലോങ് ആയിട്ട് നമ്മൾ ഈ റൂട്ട് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, അതിമനോഹരമാണ് ഈ റൂട്ട്. സത്യം പറഞ്ഞാൽ ഈ റൂട്ടിലൂടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രത്യേക ഒരു ബ്ലെസ്സിങ് ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ
ഗൈസ്, നമ്മൾ ചിമ്മിണി ഡാം റൂട്ടിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ഒരു ചെറിയൊരു പുഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് കളിക്കാനൊക്കെ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. അതിന് പോലുള്ളൊരു സ്ഥലമാണ്. കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്ന വഴി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, ഡ്രൈവ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് വണ്ടി നിർത്താൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ചിമ്മിണി ഡാമിൻ്റെ ഇങ്ങനെ കയറുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു വഴി കാണും. അപ്പോൾ ഈ വഴിയിൽ നമ്മളിങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ കുറച്ച് പേര് നമുക്കിങ്ങനെ നടന്ന് പോകാൻ പറ്റും ചിമ്മിണി ഡാമിലേക്ക്. കുറച്ച് അങ്ങോട്ട് പോയിട്ട് നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് തന്നെ നോക്കിയാൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് വ്യൂസൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ചിമ്മിണി ഡാം എന്നല്ല ഏതൊരു ഡാമിലേക്കും പ്ലാൻ ചെയ്യരുത്. ഞങ്ങളുടെ പിന്നെ ടൈമിങ്ങും പ്ലാനിങ്ങും അതിനനുസരിച്ച് ചേഞ്ച് ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വന്ന് പെട്ടത്. അല്ലെങ്കിൽ ഞങ്ങളും വരില്ലായിരുന്നു. അതല്ലാതെ ചിമ്മിണി ഡാമിലേക്കുള്ള ഈ വരുന്ന വഴികളാണെങ്കിലും ഡാമാണെങ്കിലും നല്ല കിടിലൻ നല്ല ലുക്കാണ്, നല്ല വ്യൂ ആണ്. ഒരു ഈവനിങ് ടൈമോ അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇപ്പോൾ ഷട്ടറിൻ്റെ മുകളിൽ നമുക്ക് പോയി കാണാൻ പറ്റില്ല. പ്രവേശനം നമുക്കിപ്പോൾ അവിടേക്കില്ല, അത് കുറച്ചായിട്ട് അടച്ചു തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റായിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വരിക, എൻജോയ് ചെയ്യുക കേട്ടോ. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഒരു 1:10 ആ റേഞ്ചിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത്. ഫുഡ് ബിരിയാണിയാണ് കഴിച്ചത്. 150 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത് കേട്ടോ ബിരിയാണിക്ക്. ഫുഡ് പക്ഷേ അടിപൊളിയായിട്ട് നല്ല ഫുഡാണ്. ഇവിടെ ഡാമിൽ തന്നെ കിട്ടുന്ന ക്യാൻറ്റീൻ ഫുഡാണ്. 150 രൂപ അടിപൊളിയാണ് കേട്ടോ. ഭക്ഷണം മോശം പറയില്ല. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല ഫുഡോ കാര്യങ്ങളൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. പ്രൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇത് ക്വാളിറ്റിയും ഉണ്ട്, പ്രൈസും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. ഞാനിപ്പോൾ കാണിച്ചെന്ന ആ ബോർഡില്ലേ, ആ ബോർഡ് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയതും നമുക്കിങ്ങനെ ഷട്ടറിൻ്റെ ആ ഒരു വ്യൂ ഭാഗം നമുക്ക് കാണാൻ പറ്റും ചിമ്മിണി ഡാമിൻ്റെ. പക്ഷേ ഇവിടെ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയ വേറൊരു സംഭവം എന്താണെന്നറിയോ, ഈ ഒരു മണ്ണിൻ്റെ കളറാണ്. ഇതിപ്പോൾ ഞാൻ ഫിൽറ്ററോ കാര്യങ്ങളൊന്നും കയറ്റിയിരിക്കുകയല്ല. ഇത് നമ്മുടെ ഈ ചെമ്മണ്ണെന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിലാണ് ഇവിടെ ആ ചളിയൊക്കെ അടിഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ കല്ലിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ, ശരിക്കും ആ ഒരു ഫുൾ അതാണ് കാണുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡും ഫുള്ളും കണ്ടില്ലേ. ഡാമിൽ നിന്ന് തുറന്നപ്പോൾ ഈ ചളി ഇളകി അങ്ങോട്ട് വന്നാണെന്നറിയില്ല, പക്ഷേ കളറാണ് മനസ്സിലാകാത്തത്. സാധാരണ ചളി വേറെ ആയിരിക്കുമല്ലോ, ഇത് ഒരുമാതിരി ചെമ്മണ്ണിൻ്റെ കളറിലുള്ള ആ ഒരു ടൈപ്പിലാണ്. ഇവിടെ നിന്ന് ഞാൻ അറ്റം കാണുന്ന അത്രയും ദൂരത്തേക്ക് ആ ഒരു കളർ തന്നെയാണ് കണ്ടോ. ആ ഒരു കാര്യമാണ് എനിക്കിവിടെ വന്നപ്പോൾ ഒരു ഡിഫറൻ്റായിട്ട് ഞാൻ കണ്ടത്. സാധാരണ നമ്മൾ ഈ വ്യൂ പോയിന്റ് എന്നൊക്കെ ഇങ്ങനെ ഷട്ടറിൻ്റെ വ്യൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് ഡാമിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായി കേട്ടോ കളറ്. ഗൈസ്, അപ്പോൾ ചിമ്മിണി ഡാം എന്ന നമ്മുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ വന്ന സ്പോട്ടിൽ വന്ന വഴിയിലുള്ളതും ഡാമിൻ്റേതായിട്ടുള്ള നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലം, ഈ ഡാമാണെങ്കിലും ഡാമിൻ്റെ വഴികളാണെങ്കിലും തീർച്ചയായിട്ടും കാണുക. നല്ല സ്പോട്ടാണ്. ഈവനിങ്ങും അല്ലെങ്കിൽ മോർണിംഗ് ആയിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, എന്താണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.